It was nice. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ നിങ്ങളാണ്. ഒപ്പോടെ റെനോ സീരീസിലെ ഏറ്റവും പുതിയ റെനോ 13 എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഇത് റെനോ 13F എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. നമ്മൾ ഇന്ന് കൂടുതലായിട്ടും പറയാൻ പോകുന്നത് റെനോ 13നെ കുറിച്ചിട്ടാണ്. സോ ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇതാണ് റെനോ 13F. ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു രീതിയിലാണ് ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 6th Gen 1 ആണ്. സോ ഇതിനകത്ത് എടുത്ത് പറയാവുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. പിന്നെ ഇതിനകത്ത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ വരുന്നുണ്ട്. ആക്ച്വലി 13ൻ്റെ ആ ഒരു ഡിസൈൻ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്കിൽ ആ ഒരു പ്രത്യേക ഒരു സ്പാർക്ലിംഗ് ടെക്സ്ചർ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വൈറ്റ് വെർഷൻ കാണാൻ കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ വേറൊരു കളർ വേരിയൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കളർ വേരിയൻ്റ് ആണ് പിന്നെ വരുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റിംഗ് ഇങ്ങനെ പാസ് ചെയ്യുന്ന പോലെ തോന്നും. ഈ പ്രാവശ്യം ബിൽഡ് ക്വാളിറ്റിയിൽ തീരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ആക്ച്വലി ഇതൊരു മെറ്റൽ ഫ്രെയിമും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ബാക്കിൽ ഗ്ലാസ് ആണ്, ഫുള്ള് ബ്ലോഡ് വേഴ്സ് ആണ് ഗൈസ്. ഇതൊന്ന് കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ആ ഒരു യൂസർ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ആ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എക്സ്പീരിയൻസും. ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫുൾ HD+, HDR10+ സപ്പോർട്ട് ചെയ്യുന്ന 120 ഹെഡ്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് നൽകുന്ന 1.7 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിഡിലൻ ഡിസ്പ്ലേ ആണ് ഗൈസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 93.4% ബെസൽ സൈസ് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ തിന്നായിട്ടുള്ള ബെസലാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ആൻഡ്രോയിഡ് പ്ലസ് iOS യൂസേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. വളരെ ഒരു കിഡിലൻ കണക്ടിവിറ്റി ഓപ്ഷനാണ് ഈ പ്രാവശ്യം ഒപ്പോ റെനോ സീരീസിൽ വന്നിരിക്കുന്നത്. ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഫോട്ടോ എനിക്ക് ഇപ്പോൾ ഒരു iOS യൂസറാണ് എൻ്റെ ഫ്രണ്ടെങ്കിൽ എനിക്കിത് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. O+ കണക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഐഫോണിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ. ഇനി നിങ്ങളുടെ ആപ്പിൾ ഫോണിൽ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ആ ഒരു എയർ ഡ്രോപ്പ് ഓണാക്കുക. എയർ ഡ്രോപ്പ് ഓണാക്കിയതിന് ശേഷം ഷെയർ ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഷെയർ ടു ഐഫോൺ എന്ന് കാണിക്കും. നിങ്ങളുടെ ഈ ഒപ്പോ ഡിവൈസ് ടു നിങ്ങളുടെ ഐഫോൺ ഇങ്ങനെ ഒന്ന് വെക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ സെൻഡ് ചെയ്ത ഫോട്ടോ ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. എൻ്റെ ആപ്പിൾ ഫോണിൽ റിസീവ് ആയിട്ടുണ്ട്. ആക്ച്വലി അതൊരു നല്ല ഗുണമുള്ളൊരു കാര്യം കേട്ടോ. എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും ഈ iOS യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫോട്ടോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് യൂസർ ടു iOS ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന കാര്യമാണ്. അതിൽ ഇവരൊരു തീരുമാനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ആ ഒരു ഫീലിംഗ്, ആ ഒരു ഐഫോൺ ടു ഐഫോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് പോലും ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വരെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ കൈ കിട്ടുമെന്നുള്ളതാണ്. ആക്ച്വലി ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയുടെ ആപ്പിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ആപ്പിൽ ഈ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയണ പോലെ അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ മോഡിലേക്ക് പോകും. ഇവിടെ ആയിട്ട് നമുക്ക് ഫോട്ടോ, വീഡിയോ ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ബട്ടൺ വെച്ച് വേണം കേട്ടോ കൺട്രോൾ ചെയ്യാൻ. ഇവിടെ നമുക്ക് വീഡിയോ റെക്കോർഡിങ് വേണം. ഇനി ഈ വീഡിയോ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവത്തിൽ ഞെക്കി പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ടൈമിങ് വരും. അതിനുശേഷം ഈ ഒരു ബീപ്പ് സൗണ്ട് കേട്ടോ, ഇതിനകത്ത് കയറിയേക്കുന്ന വെള്ളം പുറത്തേക്ക് വൈബ്രേറ്റ് ചെയ്ത് കളയാനുള്ളൊരു ബീപ്പ് സൗണ്ടാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അണ്ടർ വാട്ടർഗ്രാഫി എക്സിറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതിലൊക്കെയാണ് ഫീച്ചേഴ്സ് ഇനിയും അപ്ഗ്രേഡഡ് ആവേണ്ടത്. ഈ മിനിറ്റ്സുകൾ 1 മിനിറ്റ് എന്നുള്ളത് ഇനിയും 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപകാരമായിരിക്കും. അല്ലാണ്ട് ചുമ്മാ കുറേ കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. സത്യമായിട്ടും ഈ ടെക്നോളജി റിവ്യൂ ബോറടിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ കിടിലൻ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോസുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി റിവ്യൂ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. അതുവരയ്ക്കും ബൈ.